السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. صدق الله مولانا العظيم. الخمر أم الخبائث وأم الفواحش وأكبر الكبائر ومن شرب الخمر ترك الصلاة ووقع على أمه وخالته وعمته صدق رسوله الأمين. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മദ്യത്തിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും സമ്പൂർണ്ണ നിരോധനം പ്രഖ്യാപിക്കുന്ന, സമ്പൂർണമായ വിലക്ക് പറഞ്ഞു തരുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തും അതിൻ്റെ വിശദീകരണവുമാണ് കഴിഞ്ഞയാഴ്ചയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഏക ഇലാഹായ അല്ലാഹുവിൽ വിശ്വസിക്കുകയും വിശുദ്ധ ഇസ്ലാം എന്ന പ്രത്യയ ശാസ്ത്രം നെഞ്ചകത്ത് വഹിക്കുകയും ചെയ്തിരിക്കുന്ന സകലമാന മുസ്ലിമീങ്ങളെയും മുഅ്മിനീങ്ങളെയും വിളിച്ചുകൊണ്ട് അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വിജയം വേണമോ? നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും വേണമോ? നിങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും രക്ഷ ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ മേഖലകളിൽ നിന്ന് സമ്പൂർണമായി മാറി നിൽക്കുകയും അകന്ന് നിൽക്കുകയും ആ വൃത്തികേടിൽ നിന്ന് സമ്പൂർണമായി രാജിയാവുകയും ചെയ്യൽ അനിവാര്യമാണെന്ന് അല്ലാഹു അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ വിളിച്ചു പറയുകയാണ് നമ്മെ. എന്തുകൊണ്ട്? അത് പിശാചിൻ്റെ ചതിയാണ്. മദ്യവും മയക്കുമരുന്നും പിശാചിൻ്റെ ചതിയാണ്, പിശാചിൻ്റെ ചൂണ്ടയാണ്. എന്നല്ല, പൈശാചിക കുതന്ത്രത്തിൻ്റെ മാലിന്യമാണ്, വൃത്തികേടാണ്. ഇന്നമൽ ഖംറു എന്ന് തുടങ്ങുന്ന ആയത്ത്, അതിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറയുന്നു, റിജ്സും മിൻ അമലി ശൈത്വാൻ. അത് പിശാചിൽ നിന്നുള്ള മാലിന്യം മാത്രമാണ്. ഇന്നമൽ ഖംറു എന്ന് തുടങ്ങിയിട്ട് റിജ്സും മിൻ അമലി ശൈത്വാൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിൻ്റെ മുമ്പ് അല്ലാഹു പറയുന്നു, അത് പിശാചിൻ്റെ ഭാഗത്ത് നിന്നുള്ള മാലിന്യം മാത്രമാണ്. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് മഹാന്മാരായ ഇമാമുകൾ പറഞ്ഞു തന്നത്, മദ്യം നജസാണ്, ലഹരിയുണ്ടാക്കുന്ന ദ്രാവകങ്ങളൊക്കെ നജസാണ്. എന്ന് വെച്ചാൽ രക്തം പോലെ, ചലം പോലെ, മലം പോലെ, മൂത്രം പോലെ, ഛർദിച്ചതുപോലെയുള്ള അഷണ്ടകൾ, മാലിന്യങ്ങൾ, അതൊക്കെ നജസാൻ. അതേ ഹുക്കുമാണ്, അതേ വിധിയാണ് നീരായ ലഹരി പദാർത്ഥങ്ങൾ, ലിക്വിഡ് ദ്രവരൂപത്തിലുള്ള ലഹരി വസ്തുക്കളൊക്കെയും മൂത്രത്തിൻ്റെയും കാഷ്ടത്തിൻ്റെയും രക്തത്തിൻ്റെയും ചലത്തിൻ്റെയും ഛർദിച്ചതിൻ്റെയും പോലത്തെ നജസാണ്. മലവും മൂത്രവും ആഹരിക്കാൻ ആരെങ്കിലും ഇഷ്ടപ്പെടൂ? രക്തവും ചലവും വായിലാക്കാൻ ആരെങ്കിലും ഇഷ്ടപ്പെടൂ?
ഛർദിച്ചത് തിന്നാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? കാരണം അതൊക്കെ നജസാണ്, മാലിന്യമാണ്. ഇതേ വിധിയാണ് മദ്യത്തിനും എന്ന് ഇമാമുകൾ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇന്നമൽ ഖംറു എന്ന് തുടങ്ങി റിജ്സുൻ, അത് മാലിന്യം മാത്രമാണ്, പിശാചിന്റെ ഭാഗത്ത് നിന്നുള്ള മാലിന്യം മാത്രമാണ്. സമ്പൂർണ്ണ നിരോധനം പ്രഖ്യാപിക്കുന്ന ആയത്ത് സൂറത്തുൽ മാഇദയുടെ 90-ാമത്തെ വചനം അള്ളാഹു അവതരിപ്പിച്ചുകൊണ്ട് അത് നിഷിദ്ധമാണ്, ഇതൊക്കെയും ഹറാമാണ്, വിജയം വേണമെങ്കിൽ നിങ്ങൾ അവകളിൽ നിന്ന് മാറി നിന്നേ മതിയാകൂ എന്ന് പറഞ്ഞ് അള്ളാഹു അവസാനിപ്പിക്കുന്നില്ല. മാഇദയുടെ 91-ാമത്തെ ആയത്ത് അള്ളാഹു തുടർന്ന് പറയുന്നത് എന്താ? അതിൻ്റെ യുക്തിയാണ്. മദ്യവും ലഹരി പദാർത്ഥങ്ങളും നിങ്ങളോടരുതെന്ന് പറയാൻ, നിങ്ങളോട് വിലക്കാൻ, നിങ്ങൾക്ക് ഹറാമാക്കാനുള്ള യുക്തി, അതിൻ്റെ കാരണമാണ് 91-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദമായി പറയുന്നത്. അത് ഇങ്ങനെയാണ്: ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാ ഫഹൽ അൻതും മുൻതഹൂൻ. മദ്യത്തിലൂടെ, മയക്കുമരുന്നിലൂടെ പിശാചിന് നിങ്ങളിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. അവൻ ഇത്തരം ആയുധങ്ങൾ കൊണ്ട് നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് പിശാചിന്റെ ലക്ഷ്യം? കള്ളിലൂടെ, കഞ്ചാവിലൂടെ പിശാച് നിങ്ങളിൽ എന്താണ് ലക്ഷ്യമാക്കുന്നത്? നിങ്ങളുടെ രക്ഷയല്ല, നിങ്ങളുടെ സുഖ സന്തോഷങ്ങളല്ല, നിങ്ങളുടെ മോചനമല്ല, നിങ്ങളുടെ വിജയമല്ല, നിങ്ങളെ തകർക്കുകയാണ് അവൻ്റെ ലക്ഷ്യം. കള്ളിലൂടെ, കഞ്ചാവിലൂടെ, ലഹരി പദാർത്ഥങ്ങളിലൂടെ നിങ്ങളെ തകർക്കൽ മാത്രമാണ് അവൻ്റെ ലക്ഷ്യം. എങ്ങനെ തകർക്കുന്നു? അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ, നിങ്ങൾക്കിടയിൽ ശത്രുതയും പകയുമുണ്ടാക്കുന്നു അവൻ. നിങ്ങളുടെ ഇടയിൽ വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കി തീർക്കുന്നു അവൻ. നിങ്ങൾക്കിടയിൽ കലഹമുണ്ടാക്കുന്നു അവൻ. ഫിൽ ഖംരി വൽ മൈസിർ, മദ്യവും ചൂതാട്ടവും ഉപയോഗിച്ച് നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കുന്നു, വിദ്വേഷമുണ്ടാക്കുന്നു, കലാപങ്ങൾ ഉണ്ടാക്കുന്നു, കലഹങ്ങൾ ഉണ്ടാക്കുന്നു, അടിപിടിയുണ്ടാക്കുന്നു, കൊലപാതകങ്ങൾ ഉണ്ടാക്കുന്നു. അതുമാത്രമാണ് പിശാചിന്റെ ലക്ഷ്യം, പിശാചിന്റെ ഉദ്ദേശം. മുഅ്മിനീങ്ങളെ, തീർന്നില്ല. വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാ, അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന്, നിസ്കാരത്തിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു വെക്കുന്നു. ഈ കള്ളിലൂടെ, കഞ്ചാവിലൂടെ ദിക്റിൽ നിന്നും നിസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഫഹൽ അൻതും മുൻതഹൂൻ, നഷ്ടമല്ലാതെ, ഒരു ലാഭവുമില്ലാത്ത, പരാജയമല്ലാത്ത, ഒരു വിജയവും സമ്മാനിക്കാത്ത ഈ മേഖലയിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുന്നില്ലേ? അതിൽ നിന്ന് നിങ്ങൾ രാജിയാകുന്നില്ലേ? കള്ളിൽ നിന്ന് നിങ്ങൾ വിരമിക്കുന്നില്ലേ? നിങ്ങൾ ഈ വൃത്തികെട്ട കുടി അവസാനിപ്പിക്കുന്നില്ലേ? അള്ളാഹു ചോദിക്കുകയാണ് ഈ ആയത്തിന്റെ അവസാനം, ഫഹൽ അൻതും മുന്തഹൂൻ, നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ലേ, നിർത്തുന്നില്ലേ? കുടിയന്മാരോട്, വല്ലപ്പോഴൊക്കെ കുടിച്ചവർ ഈ കൂട്ടത്തിലുണ്ടാകും. ഇപ്പോഴും ചാൻസ് കിട്ടിയാൽ അല്പമൊക്കെ അകത്താക്കുന്നവർ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടായേക്കാം. ഇല്ലാതിരിക്കാം എന്ന് നമുക്ക് ആശിക്കാം. പക്ഷെ ഉള്ളവരുണ്ടെങ്കിൽ അള്ളാഹു ചോദിക്കുന്നു, പരാജയം സമ്മാനിക്കുന്ന, നാശം സമ്മാനിക്കുന്ന, ദുരന്തങ്ങളും വിപത്തുകളും മാത്രം തരുന്ന ഈ വൃത്തികേടിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നില്ലേ? നിങ്ങൾ അതിൽ നിന്ന് സമ്പൂർണമായി രാജിയാകുന്നില്ലേ? ഫഹൽ അൻതും മുന്തഹൂൻ. മദ്യവും മയക്കുമരുന്നും മനുഷ്യർ തമ്മിലുള്ള ബന്ധം തകർക്കും, ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കും, ഭിന്നിപ്പും കലാപങ്ങൾ ഉണ്ടാക്കും.
എന്ന് മനസ്സിലാകാൻ നീണ്ട ഒരു വഅലിന്റെ പ്രഭാഷണത്തിന്റെ ആവശ്യമില്ല, ഒരു വിശദീകരണത്തിൻ്റെയും ആവശ്യമില്ല. എന്തുകൊണ്ട്? കള്ളും കഞ്ചാവും പൊടിയും ഇഞ്ചക്ഷനും മനുഷ്യർ തമ്മിലുള്ള ബന്ധം തകർത്ത് ശത്രുതയുണ്ടാക്കുമെന്ന് മനസ്സിലാകാൻ പത്രമാധ്യമങ്ങൾ കാണുന്നവരാണ് നമ്മൾ. ലൈവായി പല ദുരന്ത വാർത്തകളും കേൾക്കുന്നവരും കാണുന്നവരുമാണ് നമ്മൾ. തോളിൽ കൈയിട്ട് ഉറ്റമിത്രങ്ങളായിട്ടാണ് ബാറിലേക്ക് ഷാപ്പിലേക്ക് കയറിപ്പോയത്. എന്തൊരു സ്നേഹത്തിലാ രണ്ടാളും പോയത്. ലഹരി അകത്തായി മൂടുമാറി തലക്ക് ഭ്രാന്തായപ്പോൾ ആവശ്യമില്ലാത്ത തർക്കങ്ങളായി, ഷണ്ടകൂടലായി, അടിപിടിയായി, പിന്നെ കത്തിക്കുത്തായി, കൊലപാതകമായി. എത്ര സംഭവങ്ങള്! ഇക്കഴിഞ്ഞ ആഴ്ച ഒരാഴ്ചക്കിടയിലുണ്ടായ സംഭവ. റാന്നിയിൽ നടന്ന സംഭവം പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. 70-കാരിയായ വൃദ്ധമാതാവിൻ്റെ 2 കൈകളും മദ്യപിച്ച് വന്ന മകൻ അടിച്ചു തകർത്തു, എല്ലടിച്ചൊടിച്ചു. തള്ളയുടെ 70 വയസ്സായ തള്ളൻ്റെ 2 കൈയും അടിച്ചൊടിച്ചു. പോലീസെത്തി, മകനെ പിടിച്ചു. ചോദിച്ചപ്പോ മകൻ പറഞ്ഞ കാരണം എന്താണെന്നറിയോ? നൊന്ത് പെറ്റ തള്ളയുടെ 2 കൈകളും കൈകളുടെ എല്ല് അടിച്ച് നുറുങ്ങുന്നത് വരെ അടിച്ച് തകർക്കാൻ കാരണം ചക്കക്കൂട്ടാൻ വെച്ചുണ്ടാക്കി തരാത്തതാണത്രേ പ്രശ്നം. ചക്കക്കൂട്ടാനേ ഈ ഒരാഴ്ചക്കിടയിലുണ്ടായ സംഭവ. വാസ്തവത്തിൽ ചക്കയല്ല, കൂട്ടാനല്ല വില്ലൻ. പിന്നെ ആരാണ് വില്ലൻ? ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. ശത്രുതക്ക് വേറൊരു കാരണം വേണ്ട. വിദ്വേഷത്തിന്, വെറുപ്പിന്, പകക്ക്, അടിപിടിക്ക് ഒരു കാരണവും വേണ്ട. ഇതിലൂടെ പിശാച് സൃഷ്ടിക്കും, ഉണ്ടാക്കി തീർക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വിശദമായി തന്നെ പറഞ്ഞു തരാണ്. നമ്മൾ പത്രം വായിക്കുന്നവരാ, പഴയ കഥയൊന്നും വേണ്ട. ഈ ഒരാഴ്ചക്കിടക്ക് 2 ആഴ്ച മുമ്പുണ്ടായ വേറൊരു സംഭവം. തലശ്ശേരിക്കാരിയായ റസീന എന്ന് പേരുള്ള ഒരു താത്താ പെണ്ണ്. എന്തിനാതൊക്കെ പറയുന്നത്? ചാനലുകൾ മത്സരിച്ചായിരുന്നു ആ റിപ്പോർട്ട് സംപ്രേഷണം ചെയ്തിരുന്നത്. ഏഷ്യാനെറ്റിലും മനോരമയിലൊക്കെ ഞാൻ കണ്ടു. എല്ലാ ചാനലുകളും, പ്രത്യേകിച്ച് ഒരു താത്താ പെണ്ണ്. മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന മലബാറിലെ ഒരു സിറ്റിയാണ് തലശ്ശേരി. ആ തലശ്ശേരിയുടെ ഒരു ഗ്രാമീണ മേഖലയിൽ നിന്ന് റസീന എന്ന് പേരുള്ള താത്തപ്പെണ്ണ്. എന്താ സംഭവം? കള്ളുടിക്കുക, വണ്ടി എടുക്കുക, റോട്ടിലിറങ്ങുക, എന്നിട്ട് വഴിവക്കിൽ പാർക്ക് ചെയ്ത കാറുകളിൽ മുട്ടിക്കുക, ബൈക്കിൽ തട്ടിക്കുക, റോങ്ങായി ഡ്രൈവ് ചെയ്യുക, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക. മാന്യമായി ആരെങ്കിലും ചോദ്യം ചെയ്താൽ പച്ചത്തെറി. ആ തെറി അടക്കമുണ്ട് ആ വീഡിയോയിൽ, ചാനലുകാർ റിപ്പോർട്ട് ചെയ്തതിൽ. പരുഷമായി ആരെങ്കിലും ചോദ്യം ചെയ്താലോ താത്ത വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയിട്ട് കാലുകൊണ്ട് ചവിട്ടുക. ചവിട്ടേറ്റ ഒരു ആൺകുട്ടി തിരിച്ചു ചവിട്ടുന്നതും കണ്ടു. അവസാനം ഗതിയില്ലാതെ ഒരു നാട്ടിൽ മതം പൊട്ടിയ ആനിറങ്ങിയാനുള്ള അവസ്ഥ ഉണ്ടല്ലോ. റസീന താത്തയെ കൊണ്ട് തലശ്ശേരി പട്ടണം ഈ അവസ്ഥയിലായി. വനിതാ പോലീസിനെ വിളിച്ചു. പോലീസ് ജീപ്പ് വന്ന് അനുനയിച്ചുകൊണ്ട് അവരെ ജീപ്പിൽ കയറ്റാൻ നേരം വനിതാ എസ്ഐയുടെ മുഖത്തൊരൊറ്റടി. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ റസീന താത്ത അകത്തായി. ഇപ്പോ ഈ അടുത്ത് എത്ര സംഭവം. 2 ദിവസം മുമ്പല്ലേ 29-കാരനായ മദ്യപാനിയായ മകന്റെ കള്ളുകുടി അമ്മ ചോദ്യം ചെയ്തു. 60-കാരിയായ അമ്മ, സഹിക്കാൻ പറ്റായിട്ട് അമ്മ ചോദ്യം ചെയ്തു. ഇത് ഇഷ്ടപ്പെടാത്ത മകൻ 29-കാരൻ ചെയ്ത പണി എന്താ? ഒരു ഷാൾ എടുത്തുകൊണ്ടുവന്ന് നൊന്തുപെറ്റ തള്ളയുടെ കഴുത്തിലിട്ട് കുരുക്കിയിട്ട് ശ്വാസം മുട്ടിച്ച് കൊന്നുകളഞ്ഞു. 2 ദിവസം മുമ്പ്. ഇന്നലെ രാത്രി നടന്നൊരു സംഭവം. ഇന്ന് ഞാൻ വെറുതെ ന്യൂസ് കാണാൻ വേണ്ടി ഒന്ന് മൊബൈൽ ഓൺ ചെയ്തതാണ്. ഇന്ന് രാവിലെ ഞാൻ കണ്ടത് തിരുവനന്തപുരത്താണ് സംഭവം. ഇന്ന് മകനും തള്ളിയും മാത്രമാണ് ഒരു വീട്ടിൽ താമസം. തള്ളയെ ഇന്നലെ രാത്രി, അഥവാ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവിലെ തള്ളയ മകൻ തീ കൊളുത്തിക്കൊന്നു. അമ്മ വെന്ത് മരിച്ചുപോയി. പിടികൂടി മകനെ. പോലീസുകാർ പറയുന്നു അവൻ മദ്യലഹരിയിലായിരുന്നു എന്ന്. ഇത് ഫ്രാൻഫർട്ടിലെ, മോസ്കോയിലെ, ലണ്ടൻ സിറ്റിയിലെ കഥയല്ല. മലയാളക്കരയിൽ
അതും പണ്ടത്തെ ചരിത്രമല്ല, ഈ ഒരാഴ്ചയുടെ ഉള്ളിലുള്ള സംഭവങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഅ്മിനീങ്ങളെ. ഈ ദുരന്തം നമ്മുടെ വീട്ടിലും ഉണ്ടായേക്കാം. അവിടെ എന്താണോ ഈ ദുരന്തങ്ങൾക്ക് കാരണമായത് എങ്കിൽ, അതേ മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവാണെങ്കിൽ ഈ അവസ്ഥ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടായേക്കാം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ദുആ മാത്രം പോരാ, മക്കളെ ശ്രദ്ധിക്കണം, ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണം, യുവാക്കളെ ശ്രദ്ധിക്കണം. എവിടെ മദ്യമുണ്ടോ അവിടെ ശത്രുതയാണ്. അവിടെ പിന്നെ തള്ളല്ല, തന്തല്ല, പെങ്ങളില്ല, കൂടപ്പിറപ്പില്ല, രക്തബന്ധുക്കളില്ല, കൂട്ടുകാരില്ല, സമൂഹമില്ല, സദാചാര നിഷ്ഠയില്ല, ഉത്തരവാദിത്ത ബോധമില്ല. ഈ രാജ്യത്തിന്റെ പട്ടാളക്കാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉത്തരവാദിത്തം മറന്ന് പെരുമാറിയതിന് എമ്പാടും ഉദാഹരണങ്ങൾ കാണാം. എവിടെ മദ്യമുണ്ട് അവിടെ പ്രശ്നമാണ്. അടി, പിടി, കൊലപാതകം, വെടിവെപ്പ്. തോക്ക് കയ്യിൽ വെക്കാൻ പെർമിഷനുള്ള രാഷ്ട്രങ്ങളിൽ വെടിവെപ്പും മരണവും. അമേരിക്കയിലെ ക്യാമ്പസിലായാലും അതിൻ്റെയൊക്കെ പിന്നിൽ ലഹരിയാണ്. ഉത്തരവാദിത്തം അവഗണിക്കപ്പെടുകയാണ്. ഈ രാജ്യം കണ്ട മഹാനായ ജേർണലിസ്റ്റായിരുന്നു ഗുൽദീപ് നയ്യാർ. ഈ ഇന്ത്യ മഹാരാജ്യം കണ്ട നീതിമാനായ മാധ്യമ പ്രവർത്തകനായിരുന്നു ഗുൽദീപ് നയ്യാർ. അങ്ങനെയുള്ള ആൺകുട്ടികളായ മാധ്യമ പ്രവർത്തകർ ഈ രാജ്യത്തിന് വർത്തമാനകാലത്ത് ആവശ്യമാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ബഹുസ്വരതയ്ക്ക് വേണ്ടി, ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, മതേതര ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടി നിരന്തരം ശബ്ദിച്ച നീതിമാനായ മാധ്യമ പ്രവർത്തകനായിരുന്നു ഗുൽദീപ് നയ്യാർ. അതാവശ്യ. ഇന്ന് രാജ്യം 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. നമ്മുടെ പള്ളി അങ്കണത്തിലും ദേശീയ പതാക ഉയർത്തി ജമാഅത്ത് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ, നമ്മുടെ മദ്രസയിലെ കുരുന്നുകളുടെ സാന്നിധ്യത്തിൽ നമ്മളും ആഘോഷിച്ചു. ഇന്ത്യ രാജ്യം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ, ബഹുസ്വരതയെ, ജനാധിപത്യത്തെ, മതേതരത്വത്തെ ഭരണകൂടം തന്നെ കശാപ്പ് ചെയ്യുന്നുണ്ടോ എന്ന സന്ദേഹത്തിലാണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മണിപ്പൂരിലുള്ള ന്യൂനപക്ഷത്തിന്റെ അവസ്ഥ നമുക്കറിയാം. ബാബരി മസ്ജിദ് നിന്ന ഭാഗത്ത് പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞു, രാമക്ഷേത്രം ഉയർന്നു. അവിടെ അവസാനിക്കുന്നില്ല. വാരാണസിയിലെ ഗ്യാൻവാപ്പി പള്ളി, ഇന്നതാ സർവേ റിപ്പോർട്ട് ഇന്നത്തെ പത്രങ്ങളിൽ, ആ പള്ളിയുടെ താഴ്ഭാഗത്ത് വലിയ ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ തീർന്നില്ല. മധുരയിലെ ഈദ്ഗാഹ് മസ്ജിദ് അടക്കമുള്ള ഒരുപാട് പള്ളികൾ തകർക്കപ്പെടുമെന്ന ഭീഷണിയിൽ, ഈ ഒരു അവസ്ഥാവിശേഷത്തിൽ ജനാധിപത്യ വിശ്വാസികൾ, മതേതര വിശ്വാസികൾ മുന്നോട്ട് വന്നുകൊണ്ട് ഗുൽദീപ് നയ്യാറുടെ കാര്യം പറഞ്ഞാണ് ഞാൻ അങ്ങോട്ട് കടന്നുപോയത്. ആരാണ് അദ്ദേഹം? രാജ്യം കണ്ട ഏറ്റവും വലിയ നീതിമാനായ മാധ്യമപ്രവർത്തകൻ. അദ്ദേഹത്തിനൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് കത്തുന്ന കാശ്മീർ. ഞാനും നിങ്ങളും നൽകുന്ന നികുതി പണത്തിന്റെ നല്ലൊരു ഭാഗം രാജ്യം കാക്കുന്ന സേനക്ക് കള്ളു കുടിപ്പിക്കാനാണ് ഗവൺമെന്റുകൾ ഉപയോഗിക്കുന്നത്. കള്ളു കൊടുക്കുക പട്ടാളത്തിന്, കുടിപ്പിക്കുക. എന്തിനാ കുടിപ്പിക്കുന്നത്? അതിനുള്ള ന്യായം, അതിന് പറയുന്ന ന്യായം എന്താണ്? പ്രതികൂല കാലാവസ്ഥയിൽ, പൊഖറാനിൽ, കാശ്മീരിന്റെ മഞ്ഞുമലകളിലൊക്കെ രാജ്യം കാക്കാൻ നിൽക്കുമ്പോൾ കടുത്ത തണുപ്പ്, പ്രതികൂല കാലാവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ, ശത്രുവിന്റെ മുന്നിൽ ധൈര്യം ചോർന്നു പോകാതെ യുദ്ധസന്നദ്ധരാകാൻ ധൈര്യത്തിന് വേണ്ടിയിട്ടാ കള്ളു കുടിപ്പിക്കുന്നത്. ചുമ്മാ പറയാൻ, വെറും ന്യായം. ഇങ്ങനെയാണെങ്കിൽ സർവീസിൽ നിന്ന് വിരമിച്ചാൽ ഇത് കൊടുക്കൽ നിർത്തണ്ടേ? പട്ടാളത്തിൽ നിന്ന് വിരമിച്ച് എക്സാർമി ആയിട്ട് വീട്ടിൽ വന്നാലും ജോണി വാക്കറിന്റെ കുപ്പിങ് കേസും വീട്ടിലെത്തും. മരിക്കാൻ പോലും വിടൂല എന്ന് വെച്ചാൽ ചങ്ങലക്ക് ഭ്രാന്താക്കുക. ഇന്നലത്തെ പത്രത്തിൽ ഞാൻ വായിച്ചു ഒരു സംഭവം മലപ്പുറം ജില്ലയിലാണ്. ഇനി മലപ്പുറം എഡിഷനിൽ മാത്രമാണ് ഇവിടെ വന്നോന്ന് എനിക്കറിയില്ല. ഒരു ASI ഒരു പോലീസ് ജീപ്പ് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക. പോലീസ് ജീപ്പ് വഴിയിൽ പാർക്ക് ചെയ്ത കാറിനെ ഒന്ന് തോണ്ടി, അപ്പുറത്ത് പോകുന്ന ഒരു ബൈക്കാരനെ തോണ്ടി. ഇതെന്താ കഥ? യുവാക്കൾ പിറകെ കൂടി പോലീസ് ജീപ്പിന്റെ മുന്നിൽ വട്ടട്ട് നിർത്തി. നോക്കുമ്പോൾ സാറ് ഇരിക്കുന്നുണ്ട്, നല്ല ഫിറ്റില്ല സാറ്. സാറോടെ ഇറങ്ങാൻ പറഞ്ഞു, ഇറങ്ങുന്നില്ല. കാരണം 2 കാലിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്.
അപ്പോഴേക്കും മുകളിലെ ഉദ്യോഗസ്ഥന്മാർക്ക് റിപ്പോർട്ട് ചെയ്ത് വന്ന് നോക്കുമ്പോൾ ASI ആണ് ഫുൾ ഫിറ്റിലാണ് വണ്ടി ഓടിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്നലെ പത്രത്തിൽ വന്ന സംഭവം ഞാൻ ഈ പറയുന്നത്. ഇതകത്ത് ചെന്നാൽ പിന്നെ എന്ത് സദാചാരം, പിന്നെ എന്ത് ബുദ്ധി, പിന്നെ എന്ത് ബോധം, പിന്നെ എന്ത് വെള്ളം, പിന്നെ എന്താ അന്നം. ഒരു കള്ളുകുടിയൻ്റെ കഥ ഉണ്ട്. എന്താ കഥ? മൂക്കൊറ്റം കുടിച്ചിട്ട് വീട്ടിൽ കയറി വന്നു. ആൾക്ക് നല്ല മുള്ളാനുണ്ട്. മുള്ളാണ്ടാവുമല്ലോ, ടാങ്ക് ഫുള്ളല്ലേ. അങ്ങനെ ബാത്റൂമിൽ ചെന്നിട്ട് ആൾക്ക് ഇരിക്കാനൊന്നും ബാലൻസ് കിട്ടണില്ല. ഇരുന്നാൽ ചിലപ്പോൾ വീണു പോകുമെന്ന് പേടിച്ചിട്ട് നിന്നിട്ടാണ് തട്ടി. മൂത്രമൊഴിക്കൽ കഴിഞ്ഞിട്ട് ഭാര്യനെ വിളിക്കുക, എടീ എന്താ ഈ നമ്മുടെ ബാത്റൂമൊക്കെ ആധുനിക മോഡല് പുതിയ സെറ്റപ്പിൽ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ കണ്ട കാഴ്ചയല്ലല്ലോ. ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ ലൈറ്റ് കത്തി, മുള്ളിയിട്ട് ഡോർ അടച്ചപ്പോൾ ലൈറ്റാണ് ഓഫായി. എന്താ ഇപ്പം നമ്മളെ ബാത്റൂമിനൊക്കെ ഒരു സെറ്റപ്പ്. അപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന കെട്ടിയോൾ ഓടി വന്ന് ഈ മനുഷ്യൻ കള്ളും കുടിച്ചിട്ട് മനുഷ്യനെ പണിയുണ്ടാക്കാൻ ഓടി വന്ന് നോക്കുമ്പോൾ എന്താ സംഭവം എന്നറിയോ? ബാത്റൂമിലേക്ക് പോകുന്ന വഴി സ്ഥാപിച്ച 1,00,000 രൂപ കൊടുത്ത് മേടിച്ച വീതിയും വിസ്തീർണവുമുള്ള ഫ്രിഡ്ജിനകത്തേക്കാ കാക്ക മുള്ളിയിട്ടുള്ളത്. ഇതും നടക്കും, ഇതിനപ്പുറത്ത് നടക്കും. ഇതൊക്കെ പൊട്ടത്തരല്ലേ? നല്ല ഇതിനപ്പുറത്ത് നടക്കും. വെളിവ് പോയാൽ പിന്നെന്താ ചെയ്യാ? ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നത്. അൽ ഖംറു ഉമ്മുൽ ഖബായിസ് വ ഉമ്മുൽ ഫവാഹിഷ് വ അക്ബറുൽ കബായിർ. അല്ലയോ സമൂഹമേ, മുസ്ലിം ഉമ്മത്തെ, എന്റെ സമുദായമേ, നിങ്ങൾ ചെവി തുറന്ന് മനസ്സ് തുറന്ന് കേൾക്കൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദം കേട്ടോളൂ. അൽ ഖംറു, മദ്യം. മദ്യം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം മാത്രമല്ല, ലഹരി ഉണ്ടാക്കുന്ന എല്ലാം. ഉമ്മുൽ ഖബായിസ്, എല്ലാ വൃത്തികേടുകളുടെയും മാതാവാണ്. വ ഉമ്മുൽ ഫവാഹിഷ്, എല്ലാ നീചമായ നെറികേട് തെമ്മാടിത്തരങ്ങളുടെയും മാതാവാണ്. എന്ന് വെച്ചാൽ എല്ലാ തിന്മകളെയും മദ്യം പ്രസവിക്കുന്നു. എല്ലാ നെറികേടുകളെയും പ്രസവിക്കുന്ന തള്ളയാണ്, മാതാവാണ് മദ്യം. ഇപ്പൊ നമ്മൾ ഒരു തെറ്റ് ചെയ്താല് ആ ഒരു തെറ്റിൽ നമുക്ക് ഒതുങ്ങിക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു തെറ്റും കൂടി അതിൻ്റെ കൂടെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ വണ്ടി കച്ചവടം ചെയ്തപ്പോൾ ഒരു തെറ്റ് ചെയ്തു. എന്ത്? വണ്ടിക്കൊരു ഡാമേജ് ഉണ്ട്, അത് വല്ലാണ്ട് പുട്ടിയിട്ടിട്ട് മറച്ചു വെച്ചിട്ട് അവിടെ ഒരു ചതി എന്നുള്ളൊരു തെറ്റുണ്ട്. പിന്നെ വേറൊരു തെറ്റ് അതിൻ്റെ കൂടെ ഒരു നോണ, നല്ല വണ്ടിയാ. രണ്ട് തെറ്റും അവിടെ ഒതുങ്ങും. മൂന്നാമത്തെ തെറ്റുണ്ടാവില്ല. എന്നിട്ട് ഇത് നല്ലതാ നല്ല ഈ പറയുന്നത്. 2 തെറ്റിൽ അവിടെ ഒതുങ്ങും. ഒരു കളവ് പറഞ്ഞ തെറ്റ്, ഒരു ചതി പ്രയോഗിച്ച തെറ്റോ അവിടെ നിൽക്കും. പക്ഷെ കള്ളുടിച്ചാലോ കുറ്റങ്ങളുടെ തെറ്റിൻ്റെ ഘോഷയാത്രയായിരിക്കും. കാരണം നാക്കിന് ലൈസൻസ് ഇല്ല. തെറിയും അശ്ലീലുമാണ് നാക്കിലൂടെ അങ്ങനെ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുക. ലൈസൻസ് ഇല്ല. കയ്യിന് ലൈസൻസ് ഇല്ല, വഴിയിലൂടെ പോയവനെ പിടിക്കും തോണ്ടുമൊക്കെ ചെയ്യും അല്ലേ? കാലിന് ലൈസൻസ് ഇല്ല, കണ്ണിന് ലൈസൻസ് ഇല്ല. തെമ്മാടിത്തരങ്ങളുടെ ഘോഷയാത്രയായിരിക്കും ലഹരിയുടെ പിറകെ സംഭവിക്കുക. അതാണ് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത്, ഉമ്മുൽ ഖബായിസ് വ ഉമ്മുൽ ഫവാഹിഷ്. നീചമായ നികൃഷ്ടമായ തെമ്മാടിത്തരങ്ങളുടെ മാതാവാണിത്. എല്ലാ നെറികേടുകളെയും പ്രസവിക്കുന്ന തള്ളയാണിത്. വ അക്ബറുൽ കബായിർ, ഇത് ചെറിയ കുറ്റമാണെന്ന് ആരും ധരിക്കണ്ട. വലിയ കുറ്റങ്ങളിലെ വലിയ ഒരു കുറ്റമാണ് മദ്യവും മയക്കുമരുന്നും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, വമൻ ശരിബൽ ഖംറ, ഒരാൾ ലഹരി അടിച്ചാൽ തറക സ്വലാ, അവന്റെ നിസ്കാരം മിസ്സായി. നിസ്കരിച്ചാലും നിസ്കാരം ഉണ്ടാവില്ല, നിസ്കരിച്ചാലും നിസ്കാരം ഉണ്ടാവില്ല. ഒരു ചങ്ങാതി പറയാണ്, കഞ്ചാവിന്റെ നീലച്ചടയം വീടി 2 പുകെടുത്താണ്ട് നിന്നാലുണ്ടല്ലോ, ഫാത്തിഹിം നിസ്കാരത്തിലൊരു ഹുശൂ, ഭയങ്കര ഭയഭക്തിയായിരിക്കും, ശ്രദ്ധ എവിടെയും പോകൂലാൻ. ഒരു കാര്യമില്ല, അള്ളാഹ് കബൂലാക്കൂല. ഈ കൃത്രിമ സംഭവം ഉണ്ടല്ലോ, കൃത്രിമ സംഭവം, ഇത് അള്ളാഹു സ്വീകരിക്കുകയില്ല. വമൻ ശരിബൽ ഖംറ, ലഹരി ഒരാൾ കുടിച്ചു അല്ലെങ്കിൽ ഉപയോഗിച്ചാൽ തറക സ്വലാ, അവൻ 5 നേരം നിസ്കരിച്ചാലും നിസ്കരിച്ചിട്ടില്ല, അക്കൗണ്ടിൽ അത് കേറൂല. മാത്രമല്ല ഗൗരവം പറയാൻ, ഉമ്മാനെ തിരിച്ചറിയാൻ പറ്റൂല, മാതൃ സഹോദരിമാരെ, മൂത്തമ്മമാരെ, കൊച്ചുമ്മമാരെ, പിതൃ സഹോദരിമാര്, മായിമാരെ തിരിച്ചറിയാൻ പറ്റൂല. വികാരശമനത്തിന് പെറ്റ തള്ളയുടെ നെഞ്ചത്ത് കേറുന്ന ഗതികേട് അതുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു തരാണ്. വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു സംഭവം നടന്നത്. അന്ന് പ്രമാദമായ കേസായിരുന്നു. പത്രമാധ്യമങ്ങൾ നീണ്ട സമയം അത് ചർച്ച ചെയ്തിരുന്നു.
ഒരു അമ്മ, ഒരു ഉമ്മ, മുസ്ലിം കമ്മ്യൂണിറ്റിയിലാ സംഭവം, ഒരു ഉമ്മ തൻ്റെ മകനെ തേങ്ങ മഴുകൊണ്ട് കോടാലി കൊണ്ട് വെട്ടിപ്പൊളിക്കുന്നത് പോലെ തൻ്റെ മകൻ്റെ തല കൊത്തിപ്പൊളിച്ച് കൊന്നുകളഞ്ഞു ഒരു ഉമ്മ. ഒരു ഉമ്മാക്ക് എങ്ങനെ അതിന് കഴിയും? മാതൃസ്നേഹത്തോളം കരുത്തുറ്റ സ്നേഹം വേറെ ഏത് പടപ്പിനാ ഉള്ളത്? മാതാവിന്റെ കാരുണ്യത്തോളം വിശാലമായ കാരുണ്യം മറ്റേത് പടപ്പിനാണുള്ളത്? ഒരു ഉമ്മാക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? തേങ്ങ പൊളിക്കും പോലെ കോടാലി എടുത്തിട്ട് മകന്റെ തല കൊത്തിപ്പൊളിച്ച് കൊന്നു ഉമ്മ മകന്റെ. ഉമ്മ കൊന്നത് മകനെയല്ല, മകന്റെ രൂപത്തിലുള്ള മൃഗത്തെക്കാളത പതിച്ച അല്ലാഹു ഖുർആനിൽ പറഞ്ഞ കണ്ണും കാതും ചെവിയും ബുദ്ധിയുമുണ്ടായിട്ട് അത് ഉപയോഗപ്പെടുത്താതെ ജീവിക്കുന്ന ചില ജന്തുക്കൾ എൻ്റെ സൃഷ്ടികളിലുണ്ട്. ഉലൈക കൽ അൻആം ബൽ ഹും അളൽ. അവർ കന്നാലികളെ പോലെയാണ്, അല്ല കന്നാലികളെക്കാൾ അധമന്മാരാണ് എന്ന് പറഞ്ഞ അവസ്ഥ. മകന്റെ രൂപത്തിലുള്ള മൃഗത്തെക്കാൾ അധപതിച്ച ഒരു ജന്തുവിനെയാണ് ഉമ്മ കൊന്നത്. കാരണം ഉമ്മ തെറികൾ കേട്ടു മകന്റെ, അത് ഉമ്മ അവഗണിച്ചു. ദേഹോപദ്രവം ഉമ്മാന്റെ നേരെ മകൻ്റെത് വന്നു, കള്ളുടിച്ചു വന്നിട്ട് ഉമ്മ അവഗണിച്ചു, പുറത്തു. അവസാനം അവന്റെ ഭാര്യയെ കാണും പോലെ പെറ്റ തള്ളയെ കണ്ടപ്പോ ആ ഉമ്മായുടെ മനസ്സ് പൊട്ടിയിട്ട് ആ വികാരം നിയന്ത്രിക്കാനാകാതെ, രോഷം നിയന്ത്രിക്കാനാകാതെയാണ് മഴയെടുത്ത് വെട്ടിക്കൊന്നത്. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. മൂവാറ്റുപുഴ ഈ കേസിൽ ഒട്ടും പിറകിലല്ല. 17ഉം 18ഉം വയസ്സായ പെൺകുട്ടികൾ പോലും കഞ്ചാവ് വലിക്കുന്നു, ഗർഭിണികളാകുന്നു, വീട് വിട്ടിറങ്ങിപ്പോകുന്നു, മൂന്നാറിലും കൊച്ചിയിലും കറങ്ങി നടക്കുന്നു. ഉത്തരവാദപ്പെട്ടവർക്ക് തടയാനാകുന്നില്ല. ജമാഅത്ത് കമ്മിറ്റി ഉസ്താദും മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, നാട്ടുകാർ ഉണരേണ്ട സമയം അതിക്രമിച്ചു. ഡേഞ്ചറാണ്, കാര്യം ഡേഞ്ചറാണ്. ഈ പോക്ക് പോയാൽ നമ്മുടെ നാട് എവിടെ എത്തുമെന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ പറ്റൂല. മുഅ്മിനീങ്ങളെ, അള്ളാഹുവും പരിശുദ്ധ പ്രവാചകരും നമുക്ക് നൽകിയ താക്കീതുകൾ, മുന്നറിയിപ്പുകൾ ഇത് അവഗണിച്ചുകൂടാ. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മളൊരു മകൻ തല തിരിഞ്ഞു പോയാൽ, മകള് തല തിരിഞ്ഞു പോയാൽ, പോയിട്ട് പിന്നെ കണ്ണീരൊഴുക്കിയിട്ടും പിന്നെ നേർച്ച ചെയ്തിട്ടൊന്നും നടപടിയാവില്ല. വളരെ ശ്രദ്ധിച്ചോ, കാലം തൂഫാന് സമാനമായ കാലഘട്ടമാണ്. നല്ല ജാഗ്രതയോടെ, നല്ല കെയറിങ്ങോടെ കുടുംബം നിയന്ത്രിച്ചില്ലെങ്കിൽ രക്ഷിതാക്കളൊക്കെ കുടുങ്ങും, ഉറപ്പാ കുടുങ്ങും. ഞാൻ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ പറയാണ്, ഉത്തരവാദിത്തം നിർവഹിക്കുകയാണ്. എല്ലാവരും വളരെയധികം ജാഗ്രതയോടുകൂടെ മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിപത്തിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇതിൻ്റെ ബാക്കി